ഇപ്പോൾ രണ്ടാമത്തെ മോഡ്യൂളിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇൻറ്റേർണൽ വയറിംഗ് റൂളുകളാണ്. ആദ്യത്തേത് ജനറൽ വയറിംഗ് റൂൾസ്. അത് സാധാരണ ചോദിക്കാറുണ്ട്. ഒന്ന്, കറണ്ട് റേറ്റിംഗ് ഓഫ് എ കേബിൾ അല്ലെങ്കിൽ കണ്ടക്ടർ ഷുഡ് ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1.5 ടൈംസ് ഓഫ് ദ ലോഡ് കറണ്ട്. എപ്പോഴും പറയാറുണ്ട് ലോഡ് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ലോഡ് കാണാൻ വേണ്ടി എല്ലാ പവറും കൂടി ആഡ് ചെയ്യും. ഇപ്പോൾ ബൾബിൻ്റെ പവർ 60 വാട്ടാണെങ്കിൽ ഫാനിൻ്റെ പവർ 40 വാട്ടാണെങ്കിൽ അങ്ങനെ എല്ലാ പവറും ആഡ് ചെയ്യും. ആഡ് ചെയ്ത ശേഷം വോൾട്ടേജിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. ആ കറണ്ടിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത കറണ്ടിൻ്റെ അത്രയും റേറ്റിംഗ് ഉള്ള കേബിളുകൾ ഉപയോഗിക്കുക. ലൈവ് വയർ ആവട്ടെ, അല്ലെങ്കിൽ ഫേസ് എന്ന് വിളിക്കുന്ന ലൈൻ വയർ ആവട്ടെ, എല്ലാം തന്നെ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ബൈ ഫ്യൂസ് വിത്ത് എ സൂട്ടബിൾ റേറ്റിംഗ് ആസ് പെർ ദ ലോഡ് റിക്വയർമെൻറ്റ്. എവറി സബ് സർക്യൂട്ട് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് എ ഫ്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഇപ്പോൾ ഫ്യൂസിന് പകരം MCB ആണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ എല്ലാ സബ് സർക്യൂട്ടിനും, ഓരോ ഇൻഡിവിജ്വൽ സർക്യൂട്ടിനും ഒരു സബ് സർക്യൂട്ട് നിർബന്ധമാണ്, ഒരു MCB നിർബന്ധമാണ്. എ മെറ്റൽ കവറിംഗ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് മസ്റ്റ് ബി കണക്റ്റഡ് ടു എർത്ത്. No fuse, no switch use in earth or neutral conductor. ന്യൂട്രലും എർത്തിലും എന്തുകൊണ്ട് വയ്ക്കരുത്? സ്വിച്ച് കൊണ്ട് വയ്ക്കരുത്. Every apparatus should be provided with a separate switch. No additional load should be connected to existing installation unit until it has been satisfied to the installation can safely carried out additional load. അഡീഷണൽ ലോഡ് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? കേബിളിനും വേണം, സ്വിച്ചിനും വേണം. എങ്കിലേ നമ്മൾ അഡീഷണൽ ലോഡ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓൾ ദ സ്വിച്ചസ് ആൻഡ് സ്റ്റാർട്ടർ ഷുഡ് ബി ആക്സസബിൾ ആയിരിക്കണം ആർക്ക്? ഓപ്പറേറ്റർക്ക്. എ കോഷൻ നോട്ടീസ് ഓർ ഡേഞ്ചർ പ്ലേറ്റ് ഷുഡ് ബി, പ്ലേറ്റ് ഡേഞ്ചർ ചിഹ്നമൊക്കെ ഇട്ടിട്ട് വാല്യൂ ഒക്കെ വോൾട്ടേജിൻ്റെ വാല്യൂ ഒക്കെ എഴുതിയ റെഡ് കളറിലുള്ള ഒരു മെറ്റൽ പ്ലേറ്റ് എന്ത് ചെയ്യണം? ഷുഡ് ബി ഫിക്സഡ് ഓൺ എവരി എക്യുപ്മെൻറ്റ്. ഇൻ എനി ബിൽഡിംഗ് ലൈറ്റ് വയറിംഗ് ആൻഡ് പവർ വയറിംഗ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. ലൈറ്റ് വയറിംഗ് എന്ന് പറയുന്നത് ലൈറ്റിനും ഫാനിനും ഉപയോഗിക്കുന്നത്, ചെറിയ സോക്കറ്റ് ഔട്ട്ലെറ്റിനും. വലിയ പവർ റേറ്റിംഗ് കൂടിയ സോക്കറ്റ് ഔട്ട്ലെറ്റിനാവട്ടെ, വാഷിംഗ് മെഷീനാവട്ടെ, അല്ലെങ്കിൽ ഹീറ്ററിനാവട്ടെ, ഗ്രൈൻഡറിനാവട്ടെ ഒക്കെ ഉപയോഗിക്കുന്നത് സെപ്പറേറ്റ് വയറിംഗ് ആയിരിക്കണം. അതിനെയാണ് പവർ വയറിംഗ് എന്ന് വിളിക്കുന്നത്. The installation has been completed should be tested before giving supply. സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തിരിക്കണം. 3 phase വയർ സിസ്റ്റം ആണെങ്കിൽ ലോഡ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾമോസ്റ്റ് ഈക്വലി ഇൻ ഓൾ ഫേസസ്. എല്ലാറ്റിലും തുല്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക 3 phase വയർ സിസ്റ്റം ആണെങ്കിൽ. ഇൻ കേസ് ഓഫ് എ 3 phase വയർ സിസ്റ്റം, ഫേസുകളെ 6 യെല്ലോ ബ്ലൂ വെച്ച് അതേ കളറുള്ള PVC ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വയർ ഉപയോഗിച്ചും, ന്യൂട്രൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് വയർ ഉപയോഗിച്ചിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂളാണ്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ നമ്പർ 79 പറയുന്നത് ക്ലിയറൻസ് ഫ്രം ബിൽഡിംഗ് ഓഫ് എ ലോ മീഡിയം വോൾട്ടേജ് ലൈൻ ആൻഡ് സർവീസ് ലൈൻ. ഈ ബിൽഡിങ്ങിൽ നിന്ന്, ബിൽഡിങ്ങിനോട് തൊട്ടടുത്തോ തൊട്ടില്ല എന്നുള്ള രീതിയിലൊന്നും പറ്റത്തില്ല. അപ്പം മീഡിയം അല്ലെങ്കിൽ ലോ വോൾട്ടേജ് ലെവലിൽ എവിടെയൊക്കെയാണ് എത്ര ദൂരം വിട്ടിട്ട് വേണം, ബിൽഡിങ്ങിൽ നിന്ന് എത്ര ദൂരം വിട്ട് വേണം വലിക്കാൻ, അല്ലെങ്കിൽ പുതുതായിട്ടൊരു വയർ, ഓൾറെഡി ഒരു സപ്ലൈ ലൈൻ പോകുന്ന ലൈനിൽ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് എത്ര ദൂരം അകലെയായിരിക്കണം എന്നുള്ളതാണ്. where a low or medium voltage overhead line passes over or adjacent or to terminate on any building, the following minimum clearance should be accessible point on the basis of maximum sag shall be observed. ഇത് പഠിച്ചവർക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ടാണ്. ഫോർ എനി ഫ്ലാറ്റ് റൂഫ്, ഓപ്പൺ ബാൽക്കണി, വരാന്ത റൂഫ്, ഇങ്ങനെയുള്ള സ്ഥലമാണ് എങ്കിൽ when the line passes over building, vertical clearance is 2.5 meter from the highest point. The line passes adjacent of the building, a horizontal clearance 1.2 meter അല്ലെങ്കിൽ 4 feet from the nearest point. Then a pitch roof, when the line passes above the building, a vertical clearance 2.5 meter immediately under the line. When the line passes adjacent to building, horizontal clearance 1.2 meter.
Any conductor is also situated to have clearance less than a specific sub rule 1 ആണ് shall be abdicated. Sub rule 1 എന്ന് പറഞ്ഞാൽ 2.5 meter apart ആയിരിക്കണം. ഈ abdicate insulation and shall be attached a suitable interval of a bar earth beer wire should be a breaking strength not less than 30 kilogram. സിവിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ബ്രേക്കിംഗ് സ്ട്രെങ്ത്. അത് 350 കിലോയ്ക്ക് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതായിരിക്കണം. ദ ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ഷാൽ ബി മെഷർ വെൻ ദ ലൈൻ ഈസ് അറ്റ് maximum deflection of the vertical due to wind pressure. അടുത്തത് റൂൾ നമ്പർ 80. ക്ലിയറൻസ് ഫ്രം ബിൽഡിംഗ് ഓഫ് ഹൈ ആൻഡ് എക്സ്ട്രാ ഹൈ ലൈൻ ആണ് എങ്കിൽ ഫോർ എ ഹൈ ലൈൻ വോൾട്ടേജ് അപ് ടു ഇൻക്ലൂഡിങ് 33 kV 3.7 ചെറുതാണെങ്കിൽ, അതായത് 11 kVയോ 415 240 ഒക്കെ ആണെങ്കിൽ 2.5 പറഞ്ഞത്, മറ്റത് 3.7. ഈ 33 kV കഴിഞ്ഞാൽ ഓരോ kVക്കും 0.3 വെച്ച് ആഡ് ചെയ്യാം. 3.7 meter plus 0.3 for every additional 33 volt or part. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 11 kV വരെയാണെങ്കിൽ 1.5 മീറ്ററും 11 kV മുതൽ 33 kV വരെയാണെങ്കിൽ 2 മീറ്ററും ഇനി അതിൻ്റെ മുകളിലുള്ള എക്സ്ട്രാ ഹൈ ലൈൻ വാല്യൂ ആണെങ്കിൽ, അതായത് 66 110 ഒക്കെ ആണെങ്കിൽ 2 മീറ്റർ പ്ലസ് 0.3 മീറ്റർ ഫോർ എവരി അഡീഷൻ 33 kV. ഇപ്പോൾ 66 ആകുമ്പോൾ 2 പ്ലസ് 0.3 വരും അല്ലേ. അപ്പോൾ 0.3 വരുമ്പോൾ 2.3, അപ്പോൾ 0.62 0.6 മീറ്റർ ആയിട്ട് മാറും. റൂൾ നമ്പർ 81. കണ്ടക്ടർ അറ്റ് എ ഡിഫറെൻറ്റ് വോൾട്ടേജ് ഓൺ ദ സെയിം സപ്പോർട്ട്. ഒരേ പോസ്റ്റിൽ ഡിഫറെൻറ്റ് വോൾട്ടേജുകൾ ഉള്ള ലൈൻ വലിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? വേർ ദ കണ്ടക്ടർ ഫോമിങ് എ പാർട്ട് ഓഫ് സിസ്റ്റം at a different voltages are erected on the same support, the owner should make adequate provision to guard against danger to lineman or other from lower voltage system begin charged above its normal working voltage by leakage from or contact with higher voltage system. The method of construction and clearance between conductor of the two systems shall be subjected to prior approval of the inspector. ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? താഴെ ലൈനിന് സിംഗിൾ ലൈനും മുകളിൽ 3 ഫേസും കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. ഇറക്ഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ബിൽഡിംഗ് സ്ട്രക്ചർ, ഫ്ലഡ്സ് ബാങ്ക് ആൻഡ് എലിവേഷൻ ഓഫ് റോഡ്. ഇത് ഇങ്ങനെ വരുമ്പം റോഡിൽ നിന്നും ഓരോന്നിനും ഓരോ പ്രത്യേക നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് നോട്ടീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ലൈൻ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴേക്ക് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 30 ദിവസത്തിന് മുമ്പായിട്ട് നോട്ടീസ് കൊടുക്കണം. The person refer sub-rule dispute of supply estimate the cost of alternation. എന്ത് ഓൾട്ടർനേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 30 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കുക. അതിനുള്ള പൈസ എത്രയെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാം. അത് രണ്ട് പാർട്ടിക്കും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഇൻസ്പെക്ടർ വന്ന് ഇൻസ്പെക്ട് ചെയ്യുക. നോ വർക്ക് അപ് ടു ബിൽഡിംഗ് സ്ട്രക്ചർ, ഫ്ലഡ് ബാങ്ക് അങ്ങനെയുള്ള എല്ലാ ഭാഗത്തും ഓൾട്ടർനേഷൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്പെക്ടറുടെ ഇൻസ്പെക്ഷൻ ഉണ്ടാവുകയും റൂൾ നമ്പർ 77, 79, 80 ഫോർ എന്ത് ചെയ്യുകയും ചെയ്യണം? പ്രീവിയസ് ആയിട്ട് ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്ന് പറയുകയും ചെയ്യണം. കോസ്റ്റ് ഓഫ് അഡീഷണൽ മെറ്റീരിയൽ യൂസിങ് ഓൾട്ടർനേഷൻ ഗിവൺ ഡ്യൂ ടു ക്രെഡിറ്റഡ്, അതായത് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം, നമ്മൾ അടയ്ക്കണം. വേജ് ഓഫ് ലേബർ ചേഞ്ച് അഫക്റ്റിംഗ് ഓഫ് ഓൾട്ടർനേഷൻ കൊടുക്കണം. സൂപ്പർവിഷൻ ചാർജ് 15% വരെ പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സപ്ലയറിൻ്റെ പ്രൊവിഷൻ 16 ആക്ട് പ്രകാരമുള്ള ഓൾട്ടർനേഷൻ മാത്രമേ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഇതെല്ലാം റൂൾ നമ്പർ 82 ആണ് പറഞ്ഞത്. റൂൾ നമ്പർ 83 പറയുന്നത് ക്ലിയറൻസ് ഓഫ് ജനറൽ ആണ്. ക്ലിയറൻസ് ഓഫ് ജനറൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഇപ്പോൾ വെർട്ടിക്കൽ ക്ലിയറൻസ് ആണ് എങ്കിൽ മാക്സിമം സാഗ് ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് മാക്സിമം സാഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടുത്തെ വിൻഡിൻ്റെ പ്രഷറും ഇനി മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലമാണെങ്കിൽ അതിൻ്റെ പ്രഷറും വെച്ചിട്ട് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോള് കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യണം തീരുമാനിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് കണക്ക് കൂട്ടുക. ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ഓഫ് ഓവർഹെഡ് ലൈൻ മാക്സിമം റിഫ്ലക്റ്റിംഗ് ഓഫ് എ കണ്ടക്ടർ ഷാൽ ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വിൻഡ് പ്രഷർ സ്പെസിഫൈഡ് റൂൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് 76(2)(a ആൻഡ് ടേക്ക് 35 ഡിഗ്രി whenever is greater. അതനുസരിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. റൂൾ നമ്പർ 84 പറയുന്നത് റൂട്ടാണ്. ഓവർഹെഡ് ലൈൻ ഷുഡ് നോട്ട് എറക്റ്റ് എയറോഡൊമൈൻ അൺടിൽ എയറോഡൊമൈൻ അതോറിറ്റി ഷുഡ് ഹാവ് പ്രൊവൈഡ് എ റൈറ്റ് റൂട്ട് ഓഫ് പ്രൊപ്പോസ്ഡ് ലൈൻ. എന്താണ് എയറോഡൊമൈൻ എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും പറത്തുന്ന സംവിധാനം കണ്ടെങ്കിൽ ഡ്രോൺ ആവട്ടെ വിമാനമാവട്ടെ അങ്ങനെ പറക്കുന്ന റൂട്ടിലുണ്ട് എങ്കിൽ ഒരു പ്രൊപ്പോസ്ഡ് റൂട്ട് ഉണ്ടെങ്കിൽ പോലും അവിടെ ഓവർഹെഡ് ലൈൻ നേരത്തെ അവരെ അറിയിച്ച് പെർമിഷൻ വാങ്ങണം. ലൈൻ ക്രോസിംഗ് അപ്രോച്ച് ടു ഈച്ച് അതർ റൂൾ നമ്പർ 87. ഇതിൽ ഒരു ലൈൻ മറ്റൊരു ലൈനെ കവർ ചെയ്യുമ്പോൾ എത്ര ക്ലിയറൻസ് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ 250 വോൾട്ട് 22 kVA കവർ ചെയ്യുകയാണെങ്കിൽ 2.44 മീറ്റർ ആണ് മിനിമം ക്ലിയറൻസ് ബെറ്റ്വീൻ ലൈൻ വെൻ ക്രോസിംഗ് ഈച്ച് അതർ. അത് 220 kVA ആണ് 22 kVA കവർ ചെയ്യുന്നെങ്കിൽ ഹൊറിസോണ്ടൽ ആവട്ടെ വെർട്ടിക്കൽ ആവട്ടെ 4.58 മീറ്റർ ആണ്. അതേപോലെ തന്നെ 33 kVA ലൈന് 250 വോൾട്ട്, അത് നമ്മൾ സിംഗിൾ ഫേസ് ലൈനാണ് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ ഫേസ് ലൈനെ കവർ ചെയ്യണമെങ്കിൽ 2.44 മീറ്റർ ഉണ്ടാവണം. ഈ ടേബിൾ ഉപയോഗിച്ചാണ് നമ്മളത് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുകയും ആ വാല്യൂക്ക് അനുസരിച്ചുള്ള ഡിസ്റ്റൻസിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ലൈനെ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് റൂൾ നമ്പർ 87 പറയുന്നത്. ലൈൻ ക്രോസിംഗ് ഓർ അപ്രോച്ചിങ് ഈച്ച് അതർ ആണ്. റൂൾ നമ്പർ 88 ഗാർഡിംഗ് ആണ്. ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷണം കൊടുക്കുക. വെൻ ഗാർഡിംഗ് ഈസ് റിക്വയർഡ് അണ്ടർ ദോസ് റൂൾ പ്രൊവിഷൻ സബ് റൂൾ 2 to 4 ഷാൽ അപ്ലൈ. രണ്ടാമത്തെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ സബ് റൂൾ 2 എന്ന് പറഞ്ഞാൽ every guard wire shall be connected to earth at each point which it is electrical continuity is broken. ഇപ്പോൾ ഗാർഡ് വയർ എന്ന് പറയുന്നത് എർത്തിയും കൂടെ ചേർന്നതാണ്, പൊട്ടി വിടാതിരിക്കാനാണ്. എവറി ഗാർഡ് വയർ ഹാസ് ആൻ ആക്ച്വലി ബ്രേക്കിംഗ് സ്ട്രെങ്ത് നോട്ട് ലെസ് ദാൻ 635 കിലോഗ്രാമാണ്. ഇഫ് മെയ്ഡ് അയൺ ഓർ സ്റ്റീൽ ഷാൽ ബി ഗാൽവനൈസ്ഡ്. Every guard wire or cross connection system of guard wire shall have sufficient current carrying capacity to ensure at the dead end without risk of fusing of guard wire or wire still contact of any live wire has been removed. Line crossing a trolley wire. In the case of crossing over a trolley wire, the guard wire shall fulfill the following conditions. 1. Where there is only one trolley wire, 2 guard wire should be connected. The 2 trolley wire distance between does not exceed 40 cm. അപ്പോൾ നമ്മൾ കുറേ അതുപോലെ തന്നെ റൂൾ നമ്പർ 89 the service line from overhead line. No service line or tapping should be take off overhead line except at a point of support. പോസ്റ്റിൽ നിന്ന് മാത്രമേ ടാപ്പിംഗ് ആയാലും സർവീസ് ലൈൻ ആയാലും വലിക്കാൻ പാടുള്ളൂ. അല്ലാത്ത എവിടെ നിന്നും നോ സർവീസ് ലൈൻ ഓർ ടാപ്പിംഗ് ഷുഡ് ബി ടേക്ക് ഓഫ് ഓവർഹെഡ് ലൈൻ എക്സെപ്റ്റ് അറ്റ് എ പോയിൻ്റ് ഓഫ് സപ്പോർട്ട്. ഇങ്ങനെ റൂൾ നമ്പർ ഒരുപാട് റൂളുകൾ ഈ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുണ്ട്. ആ ഇലക്ട്രിസിറ്റി ആക്ടിലെ കുറച്ച് റൂളുകൾ പഠിച്ചു വച്ചാൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും? പരീക്ഷയ്ക്ക് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് റൂൾ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.